ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. നോൺ വെജ് റെസിപ്പിയാണിത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മൾ ഇന്ന് സൊദ്ദിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. ചെമ്മീൻ്റെ തല വെച്ചിട്ടാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതൊരു ശ്രീലങ്കൻ ഡിഷാണ്. ശ്രീലങ്ക പണ്ട് സിലോൺ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഹസ്ബൻഡിന്റെ അമ്മയുടെ റിലേറ്റീവ്സ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കിട്ടിയതാണ്. ഹസ്ബൻഡിന്റെ അമ്മയാണ് കേട്ടോ ഈ കറി വെക്കാറുള്ളത്. അടിപൊളി ടേസ്റ്റാണ്. ചെമ്മീന്റെ ഫ്ലേവർ മൊത്തമുള്ള ഒരു കറിയാണ്. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു മൺചട്ടിയിലേക്ക് ചെമ്മീന്റെ തല ഏകദേശം 250 ml കപ്പിൽ 1.5 കപ്പോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് നടുകെ കീറി വെച്ചിരിക്കുന്നതാണ്. ഒരു 12 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുളക് എടുക്കുമ്പോഴേ എരിവിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ചില മുളകിന് എരിവ് കൂടുതലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി ഒരു ചെറിയ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള മാങ്ങയോ അല്ലെങ്കിൽ ഇലുമ്പം പുളിയോ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇലുമ്പം പുളിയും മാങ്ങയും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഇലുമ്പമ്പുളി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുപോലെ തന്നെ മാങ്ങയും കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തേ ഉള്ളൂ. ഇതിലേതെങ്കിലും ഒന്ന് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പുളിക്ക് ആവശ്യമായിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. പുളിക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് പറയുമ്പോഴേ നമ്മൾ മീൻകറിയിലൊക്കെ പുളി ചേർക്കുന്ന പോലെ അത്രയ്ക്ക് അങ്ങോട്ട് പുളി വേണ്ട. എന്നാൽ കുറച്ച് ഒരു പുളിരസം വേണം താനും. അതിന് കണക്കാക്കിയിട്ടുള്ള പുളി മതി കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 നുള്ളു ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്താണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. തേങ്ങയുടെ 2ാം പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഒരു 1.25 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഇത് തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ചെമ്മീൻ്റെ തല നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഈ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരും വേണം. അപ്പം അതിനായിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 6 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുക. ഇനി അടച്ചു വെക്കുമ്പോഴേ നമ്മൾ ഫുള്ളായിട്ട് അടച്ചു വെക്കരുത്. അപ്പോൾ തേങ്ങാപ്പാലായതുകൊണ്ട് ചിലപ്പോൾ തിളച്ച് പുറത്തേക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് മൂടി ഒന്ന് തുറന്നിട്ട് വെച്ച് കൊടുക്കുക. ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചെമ്മീൻ്റെ ഫ്ലേവർ എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ തേങ്ങയുടെ 1ാം പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. 1 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇത് പെട്ടെന്ന് ചിലപ്പോൾ പിരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഒഴിച്ച് അപ്പം തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇത് തിളപ്പിക്കരുത്. തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇതിൽ ഉപ്പ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറച്ച് കുറവുണ്ട്, അപ്പം അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1-2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. തിളയ്ക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യരുത്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം കൂടി നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇത്രയും മതിയാവും. നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സൊതി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ചോറിൻ്റെ കൂടെ ഇത് കുറച്ച് ലൂസായിട്ടാണ് ഈ കറി ഇരിക്കുക, അധികം തിക്കായിട്ടല്ല. നമ്മളിങ്ങനെ ചോറിൽ ഒഴിച്ചിട്ട് കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കറിയാണ്. ചെമ്മീൻ്റെ ഫ്ലേവർ മൊത്തം ഉള്ളതാണ്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തേങ്ങ വറുത്തരച്ചുണ്ടാക്കിയ ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. താങ്ക് യു.